2026 T20 ലോകകപ്പിൽ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ. സഞ്ജു ഇങ്ങനെ ഒരു പൊസിഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും അധികം ഹാപ്പി ആയിട്ട് ഉള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണെന്നാണ് തോന്നുന്നത്. ഒരു സഞ്ജുവിന്റെ ആരാധകർ അത്രയും ആവേശത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തെ ഒന്നും ചെറുതാക്കി കാണുന്നതല്ല. പക്ഷെ ഇനി ഒരു ദിവസങ്ങൾ മാത്രം കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ നമുക്കറിയാം ഒരു വേറൊരു ലെവലിലുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ആവേശം തന്നെയാണ് വരാൻ പോകുന്നത്. IPL എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് തുടങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അപ്പൊ IPL തൊട്ട് മുമ്പ് നടന്ന ഒരു ടൂർണമെന്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ അടുത്തിടെ ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു താരം തൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ്, കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസിലേക്ക് എത്തുകയും, കരിയറിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അതായത് 2024 സഞ്ജു 3 സെഞ്ചുറി അടിച്ചില്ലേ, അതല്ലേ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് 2024 പെർഫോമൻസ് എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ഞാൻ സഞ്ജുവിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ട് കാണുന്നത് ഈ ദിവസങ്ങളിലെ പെർഫോമൻസ് ആണ്. അതിന് ഉള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകകപ്പ് പോലൊരു വേദിയിലെ നോക്കൗട്ട് പെർഫോമൻസിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നോക്കൗട്ട് മത്സരങ്ങളാണ് എല്ലാം. ഇപ്പോൾ ആദ്യത്തെ സൂപ്പർ 8 മത്സരമാണെങ്കിൽ പോലും അതൊരു വിർച്വൽ ക്വാർട്ടർ ആയിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞ് സെമി, അത് കഴിഞ്ഞ് ഫൈനല്. അപ്പൊ ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഒരു നോക്കൗട്ടിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുക എന്നുള്ളത് കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ ലോകകപ്പിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ചെന്നൈ എന്തുകൊണ്ടാണ് ഈ സമയത്ത് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സഞ്ജുവിന്റെ ഫോം തന്നെയാണ്, മറ്റൊന്ന് സഞ്ജുവിന് കിട്ടുന്ന ഈ ആരാധക പിന്തുണ തന്നെയാണ്. ഈ രണ്ടർത്ഥത്തിലും ചെന്നൈ വളരെയധികം സന്തുഷ്ടരാണ് നിലവിൽ. അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയൊരു സന്തോഷം ചെന്നൈ ടീമിനുണ്ട്. നമുക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ സഞ്ജുവിന്റെ ഇപ്പം നമ്മള് കൊളക്കിൽ പറയുമ്പോൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന് പറയുന്നത് സാധനം പറയാറുണ്ട്. സഞ്ജുവിന്റെ അവസ്ഥ അതായിരുന്നു. സഞ്ജുവിനെ സൂര്യയുടെ പരിഹാസച്ചിരിയൊക്കെ എടുത്തെടുത്ത് പറയേണ്ടതില്ല. അങ്ങനെ സംഭവം പലതും കഴിഞ്ഞിട്ടാണ് സഞ്ജു ഇപ്പം താരമായി മാറിയത്. ഇപ്പോൾ സേഫ് പറഞ്ഞിട്ട് ലോകകപ്പ് കഴിഞ്ഞു, ലോകകപ്പിന്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ശേഷം സഞ്ജു പറഞ്ഞത് ഇത് സന്തോഷിക്കേണ്ട നിമിഷമാണ്, അത് ഞാൻ ആസ്വദിക്കട്ടെ, അടുത്തത് ഇനിയും വലിയ കാര്യങ്ങൾ വരാനുണ്ട്, അത് നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്യാൻ രീതിയിൽ പറഞ്ഞത്. അതിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ വരാൻ പോകുന്ന കാര്യം സംശയമില്ല, അത് IPL തന്നെയാണ്. IPL രാജസ്ഥാനിലാണ് സഞ്ജു വന്നത്. രാജസ്ഥാൻ നായകനായിരുന്ന സഞ്ജു ഇവിടെ ഒരു ടീമിനെ കളിക്കാൻ വേണ്ടി വരുവാണ്. അവിടെ തലയോടൊന്നിച്ച് കളിക്കാൻ വേണ്ടി ഇന്നലെ ധോണി അവിടെ ഉണ്ടായിരുന്നു. ധോണിയെ അതും എടുത്തു പറയുകയാണ്. ധോണി സഞ്ജുവിനെ കളി കണ്ടുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. സഹതാരങ്ങളും ഉണ്ടായിരുന്നു ടീമിൽ. അപ്പോൾ എല്ലാവരും നല്ല ഫോമിൽ തന്നെയാണെന്ന് പറയാം. സഞ്ജുവിനെ ഇപ്പം ഈ ന്യൂസിലാൻഡ് പരമ്പര കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോകകപ്പാണ് മുമ്പിലിരുന്നത്. പക്ഷെ ഞാനപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ലോകകപ്പിൽ സഞ്ജുവിൻ്റെ സ്ഥാനം നമുക്ക് സംശയമായിരുന്നു, ഈ ഒരു ഫോം വെച്ച് കളിക്കുമെന്ന്. അതിനുശേഷം ചെന്നൈക്ക് ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടാകുമോ, രാജസ്ഥാന് ഒരു സന്തോഷം തോന്നുന്നുണ്ടാകുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം സഞ്ജു ഫോം അല്ലാണ്ട് പോകുന്നൊരു താരമായി മാറുമ്പോൾ പിന്നെ രാജസ്ഥാൻ വിട്ടുകളഞ്ഞാൽ സന്തോഷിക്കും, ചെന്നൈ എടുത്തതിൽ പശ്ചാത്തപിക്കും. സഞ്ജുവിനെ പോലെ താരത്തെ കൊണ്ടുവന്ന് കളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, പുറത്തെടുത്താൻ പറ്റില്ല. കാരണം ഈ ഫാൻ ബേസിന്റെ സമ്മർദ്ദം വല്ലാണ്ട് ഉണ്ടാകും. സഞ്ജുവിന് ഒരു കളി കളിപ്പിച്ചില്ലെങ്കിൽ നമുക്കറിയാം ഫോമിലല്ലാത്ത സഞ്ജുവിനെ കളിപ്പിക്കാൻ വേണ്ടി ആരാധകർ വരുന്നതാണ്. അപ്പോൾ ചെന്നൈ പെട്ടുപോയെന്ന് ഞാനും കരുതിയിരുന്നു. ആ സമയത്താണ് ഈ പറഞ്ഞ തിരിച്ചുവരവ്, സഞ്ജുവിന് മാത്രം സാധ്യമാകുന്ന ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഇപ്പം ലോട്ടറി, ഇപ്പം കിരീടം, ഇനിയിപ്പോൾ അടുത്ത കിരീടം, കഴിഞ്ഞ വർഷം ചെന്നൈയുടെ അവസ്ഥ നമുക്കറിയാം എങ്ങനെയായിരുന്നു. ആ ടീം പോയെന്നത് ആദ്യത്തെ പകുതി മൊത്തം ഫ്ലോപ്പായിരുന്നു, പിന്നീടാണെന്ന് തല ഒക്കി വന്നത്. അപ്പം ചെന്നൈക്ക് അത് കിരീടത്തിലേക്ക് എന്തോ ആവട്ടെ, അതൊന്നും വേണ്ട. അവർക്ക് കിരീടത്തിനേക്കാളും ചെന്നൈക്ക് നമുക്കൊരു ഫാൻ ബേസിൽ, ചെന്നൈ മുംബൈയാണ് നമ്മൾ ഫാൻ ബേസ് പറയുമ്പോൾ ഏറ്റവും വലിയ ടീം. അതിലെ ഒന്നാമതാരാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആരാധക പിന്തുണ എന്ന സംശയം തല്ല് മാത്രമാണ് ആരാധകർ നടത്തുന്നത്. അതിലേക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു സാധനം ഇപ്പം ധോണി കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മളിപ്പം പറയുന്നതാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഐക്കൺ, നിലവിലെ ഐക്കൺ അത് സഞ്ജു സാംസൺ ആണ്, അല്ലാണ്ട് ശുഭ്മാൻ ഗില്ലല്ല. ശുഭ്മാൻ ഗില്ലിനെ തല്ലി പഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു ഐക്കൺ ഉണ്ട്, അതിനെ കാണുന്നില്ല. ഒരു എന്താണ് പറയുന്നത്, ഇന്ത്യൻ ക്രിക്കറ്റിന് മുഖമുണ്ടെന്ന്. ആ മുഖത്തെ ചെന്നൈ സ്വന്തമാക്കിയിരിക്കുന്നു. IPL തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ MS ധോണിയെ സ്വന്തമാക്കിയിട്ടാണ്, ആ ഒരു മുഖം വെച്ചിട്ടാണ് ചെന്നൈയുടെ ആരാധകർ സുരേഷ് ഷെയ്നി ഉണ്ടായിരുന്ന പല താരങ്ങൾ, രവീന്ദ്ര ജഡേജ, പല താരങ്ങളുണ്ടായിരുന്നു, അവരൊക്കെ വന്നിരുന്നത്. അതിൽ ധോണി എന്നൊരു ധോണിയുടെ കാലം കഴിയുമ്പോൾ ആര് എന്നുള്ള സമയത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിൽ ഏറ്റവും വലിയ മുഖമാരാണ്, അത് സംശയമില്ല. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ പോലുള്ള ഇതിഹാസങ്ങൾ ഇപ്പോഴും കളിക്കുന്നുണ്ട്. അവർ ഒരു ഫോർമാറ്റിലും കളിക്കുന്നുണ്ട്, T20 IPL ഉണ്ട്. അവർ കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ മുഖം അത് പറഞ്ഞ സൂര്യകുമാർ യാദവ് അല്ല, അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലല്ല, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് ഋഷഭ് പന്ത് അല്ല, ശ്രേയസ് അയ്യർ അല്ല, ഈ താരങ്ങളൊന്നുമല്ല, അത് സഞ്ജു സാംസൺ തന്നെയാണ്. ആ സഞ്ജു സാംസണിന്റെ മുഖം ചെന്നൈ കിട്ടിയിട്ടുണ്ട്. അപ്പം ആരാധക പിന്തുണയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ ടീമുകളും, എനിക്കൊന്ന് ഹൈദരാബാദ് ഒഴികെ, ഹൈദരാബാദിനെ ഞാൻ കണ്ടിരുന്നില്ല, ഇന്നലത്തെ ഫൈനൽ ശേഷമുള്ള അപ്ഡേറ്റ് എനിക്ക് അറിയില്ല, അതിന് മുന്നേ കണ്ടിരുന്നില്ല. ബാക്കി എല്ലാ ടീമും ചേട്ടനെ ആഘോഷിക്കുകയാണ്. ലോക ക്രിക്കറ്റിന്റെ ചേട്ടനായിട്ട് സഞ്ജു മാറിയിട്ടുണ്ട്. ആ ചേട്ടനെ സ്വന്തം ഇനിയിപ്പം ഇന്ത്യൻ ജേഴ്സിയിൽ എല്ലാവരും ആഘോഷിക്കും. IPL എടുക്കുമ്പോൾ ചേട്ടനെ ആരാഘോഷിക്കണം നമുക്ക് കണ്ടറിയേണ്ടത്.
തീർച്ചയായിട്ടും ചെന്നൈ മാത്രം ആഘോഷിക്കുമെന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് ചേട്ടൻ എല്ലാവരുടെയും ചേട്ടനാണ്. പക്ഷെ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് ചേട്ടൻ ചെന്നൈയുടെ മാത്രം ചേട്ടനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഞാൻ ഈ പറയുമ്പോഴേ നമ്മൾ മലയാളികളുടെ ഒരു എന്താണ് മലയാളികൾക്ക് ഇത്രയും ഇഷ്ടം എന്ന് സഞ്ജുവിനോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ചേട്ട എന്ന വാക്കിന് ഒരു ആഗോള തലത്തിലേക്ക് വിരാട് കോഹ്ലി ഇല്ല, ഈവൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആരാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡുപ്ലസീസ് ആണ് ചോദിക്കുന്നത് എന്താണ് അതെ അതെ. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു വാക്കിന്, ഒരു മലയാളം വാക്കിന് ഇത്രയും അധികം ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് നടക്കുന്ന ഒരു ടൂർണമെന്റിലേക്ക് അത്രയും അങ്ങനെ ചർച്ചയാക്കാൻ സഞ്ജു കാരണമായി എന്നുള്ളതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതിന്റെ ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇനി IPL ചെന്നൈക്ക് സ്വാഭാവികമായിട്ടും ചെന്നൈക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയൊരു പ്രിവിലേജ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കണ്ടത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും സഞ്ജുവിന്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ ചേട്ട എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി അബ്സല്യൂട്ട് ചേട്ട എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി അങ്ങനെ ഒരു, എനിക്ക് കറക്റ്റ് ക്യാപ്ഷൻ ഓർമ്മ വരുന്നില്ല, അങ്ങനെ ഒരു പോസ്റ്റർ കൊൽക്കത്ത പോസ്റ്റ് ചെയ്തായിട്ട് കണ്ടിരുന്നു. അതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ ഈ പോസ്റ്റുകൾക്ക് കിട്ടുന്ന റീച്ച് ഒരു വല്ലാത്തൊരു റീച്ച് തന്നെയാണ്. പക്ഷെ അപ്പോഴാണ് നമ്മൾക്ക് ഈ IPL വരുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ നോക്ക്, കൊൽക്കത്തയും ചെന്നൈയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുമ്പോൾ സഞ്ജു ഒരു 50 അടിച്ചെന്ന് വിചാരിക്കും, കൊൽക്കത്തക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ചെന്നൈക്ക് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രിവിലേജ് ചെന്നൈക്ക് ഈ IPL കിട്ടാൻ പോവുകയാണെന്നാണ് എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കൊൽക്കത്തയും ചിലപ്പോൾ അത് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സഞ്ജുവിന് ഒരു കൺഗ്രസ് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടാൻ ചാൻസ് ഉണ്ട്, മറ്റു ടീമുകൾ ആഘോഷിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തല്ല് നമുക്ക് കിട്ടിയാലും നമ്മളും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വർക്ക് എടുത്തിട്ട് ആഘോഷിക്കാതെ, കാരണം സോഷ്യൽ മീഡിയ റീച്ചാണ് ഇവർക്കെല്ലാം വേണ്ടത്. അതിന് സഞ്ജുവിനല്ലാണ്ട് മറ്റൊരു ഐക്കൺ ഇപ്പോൾ ഇല്ല. ഇപ്പൊ സഞ്ജു കൊൽക്കത്തയ്ക്കെതിരെ സെഞ്ചുറി അടിച്ചാൽ തന്നെ കൊൽക്കത്ത എടുത്തിട്ട് സൂപ്പർ പെർഫോമൻസ് പറഞ്ഞ് ചേട്ടാവും പറഞ്ഞ് ഇടുന്ന എനിക്ക് തോന്നി. ചേട്ടനെ വിട്ടിട്ടൊരു കളി ഇപ്പോൾ ഒരു IPL ഒരു ഫ്രാഞ്ചൈസിക്ക് നടക്കുന്നൊന്നുമില്ല. ചേട്ടൻ ഒരു മുഖമായി കഴിഞ്ഞു. ഒന്നുമില്ലെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഒന്നും അറിയില്ല. നമുക്ക് സഞ്ജുരി പറഞ്ഞ 2024 3 സെഞ്ചുറി, അന്ന് സഞ്ജുവിനെ നമ്മൾ ആഘോഷിച്ചു, സഞ്ജുവിന്റെ കാലം എന്ന് പറഞ്ഞു. അത് ഏകദേശം ഈ പിന്നെ ന്യൂസിലൻഡ് പരമ്പര വരെ അങ്ങനെ തന്നെയായിരുന്നു. സഞ്ജു ഏഷ്യ കപ്പിലൊക്കെ സ്ഥാനം മാറി ഫോം ഔട്ടൊക്കെ ആവുന്ന സമയത്തും എല്ലാം സഞ്ജുവിനെ തന്നെ വാദിക്കുമായിരുന്നു. പിന്നെ ന്യൂസിലാൻഡ് പരമ്പരയിൽ ഇഷാം വന്നു, സഞ്ജു ഫോം ഔട്ട് ആയപ്പോഴാണ് ഒരു മാറ്റം വന്നത്. കാലം അങ്ങനെ മാറി മാറി വരും. ഇപ്പം സഞ്ജുവിന്റെ കാലമാണ്. ഈ പറഞ്ഞ ഈ ലോകകപ്പിന് ശേഷം എന്തായാലും ഈ IPL വരുമ്പോൾ ഈ IPL സീസണിലൊക്കെ എന്തായാലും ഈ പോകുന്ന സമയത്തൊക്കെ ചേട്ടന്റെ കാലമാണ്. വേറെ ആരുമല്ല, ചേട്ടൻ തന്നെയാണ് നയിക്കേണ്ടത്, ചേട്ടൻ തന്നെയാണ് നയിക്കുന്നത്. സോഷ്യൽ മീഡിയ ചേട്ടൻ മരിക്കും. ഈ പറഞ്ഞ പോലെ പലതരത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യക്ക് വരെ സൂര്യകുമാറിന്റെ മുംബൈ ക്യാപ്റ്റനൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് സഞ്ജുവിന്റെ ചർച്ചകൾ വരുന്നുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ IPL ഇപ്പോൾ നമുക്കറിയാം ഗെയ്ക്വാദിന് കീഴിലാണ് സഞ്ജു കളിക്കാൻ വരുന്നത്. ചേട്ടൻ വൈസ് ക്യാപ്റ്റനാവോ ഇല്ലയോ നമുക്കറിയില്ല. അതെന്തോ ആവട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ക്യാപ്റ്റൻ, നായകൻ അല്ലെങ്കിൽ താരം ഒറ്റ പേരേ ഉണ്ടാവും, അത് സഞ്ജു വിശ്വശാംശമാണ്. ഇപ്പൊ നമ്മൾ സഞ്ജുവിന്റെ പ്രകടനത്തെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ സമ്മാനദാനത്തിന് ഓരോ താരങ്ങളായിട്ട് ക്ഷണിക്കുന്ന സമയത്ത് സഞ്ജുവിന്റെ പേര് വിളിക്കുന്ന സമയത്ത് ഈ ശബ്ദം ഒന്ന് ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, IPL അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകരുടെ ഒരു ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു IPL മത്സരം അല്ലാതിരുന്നിട്ട് പോലും ഒരു നോർമൽ മത്സരം, ഇപ്പോൾ ഉദാഹരണത്തിന് മത്സരമല്ല, ഈ താരങ്ങളുടെ പരിശീലന സെഷനാണെന്ന് വിചാരിക്കും, പരിശീലന സെഷൻ പോലും കാണാനുള്ള അവസരം ആരാധകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇടിച്ച് തള്ളി കയറുന്ന ഒരു ആരാധകരെ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊരു വേറൊരു തലത്തിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ആരാധകരെ ഈ പറയുന്ന, ഇനിയിപ്പം ഞാൻ നോക്കുന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് IPL ടീമുകളുടെ ആരാധകരാണ് അവര്. മുംബൈയുടെ ആരാധകരുണ്ട്, കൊൽക്കത്തയുടെ ഉണ്ട്, RCBയുടെ ഉണ്ട്. നമ്മൾ ഒരുപാട് ടീമുകളുടെ ആരാധകരായിട്ട് നമ്മൾ മലയാളികളെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഫാൻ ഫൈറ്റുകൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും ഒരു കിഡിലൻ ഇമേജ് IPL തൊട്ട് മുമ്പ് സഞ്ജു സാംസൺ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ അത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, നോക്ക്, ഒരു പ്ലേയിങ് ഇലവനിൽ പോലും ഉറപ്പില്ലാത്ത ഗ്രൂപ്പ് ഘട്ടം നടക്കുന്ന സമയത്ത് പ്ലേയിങ് ഇലവനിൽ പോലും ഇതില്ലാത്ത ഒരു താരം ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ അത്രയും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് സഞ്ജുവിനുണ്ടായൊരു ഗുണം എന്ന് പറയുമ്പോൾ IPL വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ട് കളിക്കാനുള്ള ഒരു ആവേശം തീർച്ചയായിട്ടും ഈ
സഞ്ജുവിന് ലഭിച്ചു, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല സഞ്ജുവിന് ഓപ്പണറായിട്ട് തന്നെ ഇടാനുള്ള ഒരു കോൺഫിഡൻസ് ചെന്നൈ ടീമിൽ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചെന്നൈയുടെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ കഴിഞ്ഞൊരു ഇതിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സീസണൊക്കെ നോക്കുകയാണെങ്കിൽ തകർന്ന് ഒരുപാട് വിക്കറ്റേഴ്സ് ഒരു പകുതി ഘട്ടത്തിലായപ്പോൾ ചെന്നൈ ടീമിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആയുഷ് മാത്ര, അതുപോലെ തന്നെ ബ്രൂവിസിനെ പോലുള്ള താരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരേ സമയം വളരെ കാമായിട്ട്, അതേസമയം ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും വളരെ ആക്രമണോത്സുകത കാത്തു സൂക്ഷിക്കുന്ന, എന്നാൽ വളരെ കാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രകടനം. അപ്പം ഈ 3 ഇന്നിങ്സുകൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സഞ്ജു വളരെ കാമായിട്ടാണ് കളിക്കുന്നത്. ഷോട്ടുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു യോർക്കർ ഒരു ബൗണ്ടറി നേടിയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. ആ ഒരു ഷോട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ കാമായിട്ടാണ് സഞ്ജുവിനെ കാണുന്നത്. പക്ഷെ സഞ്ജുവിന്റെ ഉള്ളിൽ ആ സ്ട്രൈക്ക് റേറ്റ് ഇപ്പൊ നോക്ക്, ഏറ്റവും ലോകകപ്പില് 199 സ്ട്രൈക്ക് റേറ്റ്, ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ 2ാം സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ റൺ വേട്ടയിൽ ഈ അവസാന സമയത്ത് ഈ 5 മത്സരങ്ങൾ കളിച്ചിട്ട് പോലും റൺ വേട്ടയിൽ ഈ പറയുന്ന ടോപ്പ് 3ലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇന്നിങ്സുകളായിരുന്നു എല്ലാം എന്നുള്ളതാണ്. അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു വന്നതോട് കൂടിയിട്ട് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ബാക്കിയുള്ള താരങ്ങളെല്ലാം ഫോമിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അതെ, ആ ഒരു അർത്ഥത്തിൽ അതിപ്പോ ഇന്നലത്തെ നമ്മൾ ആഘോഷമൊക്കെ കണ്ട മനസ്സിലാവുന്നുണ്ട്. അവിടെയാണ് ചെന്നൈയിനെ സംബന്ധിച്ച് ഇനി ഈ ഒരു ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അവർ മാക്സിമം ആഘോഷിക്കും, സഞ്ജുവിനെ വെച്ചിട്ട് മാക്സിമം ഇമ്പാക്ട് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഈ നിലവിൽ ഇപ്പോ സഞ്ജു പോയാലും ഞങ്ങൾ രാജസ്ഥാനാണ് എന്ന് പറഞ്ഞു നിന്നിരുന്ന കുറച്ച് ആരാധകരെ പോലും അവരെ പോലും ഇനി ചെന്നൈയുടെ മത്സരങ്ങളിലേക്ക് കൊണ്ടു നടക്കും. ചെന്നൈക്ക് വേറെ കാര്യമുണ്ട്. ചെന്നൈ നമ്മൾ ഈ പറഞ്ഞ തന്നെ ചെന്നൈയുടെ അതിൽ ധോണി തന്നെയാണ്. ചെന്നൈക്ക് എപ്പോഴും പറഞ്ഞത് ധോണി തന്നെയാണ്. കഴിഞ്ഞ തവണ ധോണിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ധോണി എന്ന പേരിൽ മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചെന്നൈക്കെതിരെ ചെന്നൈയുടെ ആരാധകരുടെ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ തന്നെ കമന്റ് ബോക്സിലൊക്കെ നിരവധി ചെന്നൈ ആരാധകരുടെ ഈ ഒരു പേരിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ടീമിന് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ചെന്നൈനെ വിമർശിക്കാൻ തുടങ്ങിയിരുന്നു താരങ്ങൾ. അവർ നമ്മളിപ്പോൾ പറഞ്ഞാൽ പിന്നെ ഹാർദിക് പാണ്ഡ്യനെ കഴിഞ്ഞ മറ്റേ ഗുജറാത്തിൽ നിന്ന് വന്നതിന് ശേഷം ആ ടീം കൂവി വിളിച്ചിട്ടായിരുന്നല്ലോ സ്വീകരിച്ചത്. കഴിഞ്ഞ ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യ ഹീറോ ആയതിനു ശേഷം ആ IPL നടന്നപ്പോൾ ആ മുഖാകെ മാറി. ആ സ്റ്റേഡിയത്തിലേക്ക് ഹാർദിക്കിന് കയ്യടി ലഭിക്കാൻ തുടങ്ങി. ഹാർദിക്കിന് ലഭിച്ച സ്വീകരണം മൊത്തം മാറിയിട്ടുണ്ട്. അങ്ങനെ മാറി പറഞ്ഞു വരുന്നു. ഇവിടെ ഇപ്പം ചെന്നൈയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം സഞ്ജുവിൻ്റെ കേസ് അറിയാം. ഈ ഒരു ഹീറോ പരിവേഷം കൊണ്ടാണ് സഞ്ജു ഇവിടത്തേക്ക് എത്തുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ചേരുമ്പം ഈ വിമർശകർ ചെന്നൈ ടീമിനെ വിമർശിച്ചുകൊണ്ട് തന്നെ വിമർശകർക്ക് ആ ഒരു ഇത് ടീമിന് തിരിച്ചു വരുമ്പോൾ ടീമിന് പ്രതീക്ഷയുണ്ട് എന്നുള്ള സാധനം വരുമ്പോഴേക്ക് സഞ്ജു കൂടെ ചേരുമ്പോൾ അത് ഇരട്ടിയായി. എവിടെ നിന്നാണ് നമുക്ക് നഷ്ടപ്പെട്ട് തുടങ്ങിയത് അതിൻ്റെ ഇരട്ടി ഊർജ്ജത്തിലാണ്. ഇപ്പം നമുക്കറിയാം ഒരു മൈനസായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ടീമിനെ ഡബിൾ പോസിറ്റീവായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത്, അതിലേക്ക് സഞ്ജുവിൻ്റെ ഒരു സൈന്യം കൂടെ ഇവർ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഓപ്പണിംഗിലെ പ്രശ്നം മാറിയിട്ടുണ്ട്. മൊത്തം പോസിറ്റിവിറ്റിയാണ്. ഇന്ത്യൻ ടീമിന് സഞ്ജു കൊണ്ടുണ്ടാക്കിയ പോസിറ്റിവിറ്റി നമുക്കറിയാം. സിംബാബ്വേയുടെ മത്സരം നോക്കൗട്ട് മത്സരത്തിൽ സൂപ്പർ 8 മത്സരത്തിൽ നമുക്കറിയാം ഒരു ചെറിയൊരു ഇമ്പാക്റ്റാണ് ആ മത്സരം ഉണ്ടെങ്കിലും ടീം ഉണർന്നിരുന്നു. പിന്നത്തെ 3 മത്സരങ്ങളും തുടർച്ചയായിട്ട് 50+ റൺസ് നേടി സഞ്ജു തന്നെ ജയിപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നൊരു ടീമിൻ്റെ ഇതിലേക്ക് വരുമ്പം ഋതുരാജ് ഗെയ്ക്വാദിന് ഒരു സഞ്ജു ഉണ്ടല്ലോ, അല്ലെങ്കിൽ ധോണി ഉണ്ടല്ലോ പറയുമ്പോൾ ധോണി ഇല്ലെങ്കിൽ സഞ്ജു ഉണ്ട്. അപ്പം ധോണിയും സഞ്ജു ഉണ്ട് എന്ന് പറഞ്ഞ് കളിക്കാൻ വേണ്ടി പറ്റും. വല്ലാത്തൊരു എനർജി കിട്ടുന്നത്. ആ എനർജി പറഞ്ഞാൽ ആരാധന ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ ഞാൻ RCBയുടെ ഒരു ഫാനായിരുന്നു. വിരാട് കോഹ്ലിയുടെ RCB കപ്പടിക്കുന്നത് കാത്തിരുന്നതാണ്. പക്ഷേ അപ്പോൾ തന്നെ രാജസ്ഥാനെ കളിക്കുമ്പോൾ സഞ്ജുവിന് കളിക്കുമ്പോൾ രാജസ്ഥാനായി മാറും. അത് മനസ്സുകൊണ്ട് അങ്ങനെ മാറുന്നു. പക്ഷെ ഒരിക്കലും ചെന്നൈനെ മുംബൈയെ സപ്പോർട്ട് ചെയ്യാൻ ഇതൊരു സീസണിൽ ഞാൻ നിലക്കെ കഴിഞ്ഞ വർഷം പറയുകയാണ് ഈ വർഷത്തിലാണ്. പക്ഷേ എനിക്കിപ്പോൾ സംശയമുണ്ട് നമ്മൾ രാജസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സഞ്ജുവിൻ്റെ പേരിലാണ്. ഇത് എനിക്ക് എന്തായാലും ചെന്നൈ ജയിക്കണം എന്ന് ഇതൊരു ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇനി ആഗ്രഹിക്കേണ്ടി വരും. എൻ്റെ മനസ്സ് പറയും. ആ വിഷയത്തിൽ ആദ്യത്തെ IPL ടീമിനെ തെരഞ്ഞെടുത്ത അന്ന് മുതൽ ചെന്നൈ ആരാധകനായിട്ടുള്ള എനിക്ക് വലിയ ആവേശമുണ്ട്. കാരണം നമുക്ക് ആ ഒരു അർത്ഥത്തില് സഞ്ജു ചെന്നൈയുടെ ആ ഒരു ജേഴ്സിയിൽ കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് IPL പോലെ ഇത്രയും ഒരു ഇതിൽ വരുന്നൊരു ഇതല്ല, ഒരുപാട് നീണ്ടു കിടക്കുന്ന ഒരു സമയം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അത്രയും കാമായിട്ടുള്ള വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന സഞ്ജുവിനെ നമുക്ക് IPL കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ ഒരു മാറ്റത്തിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ഒരിക്കലും ഒരു റിസ്ക് എടുത്ത് ഒരു പ്രഷർ എടുത്ത് കളിക്കുന്നില്ല. വളരെ കാമായിട്ട് ആ ഒരു കാംനെസ് നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ജേഴ്സിയിലും സഞ്ജുവിൽ നിന്ന് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന കാര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പ് ചെയ്യുന്നു എന്ന കാര്യത്തിൽ മാത്രമല്ല, സഞ്ജു എന്ന്
പറയുന്ന ഒരു വ്യക്തി, ഒരു ബ്രാൻഡ്, അത് നമുക്കറിയാം CSKയുടെ ഒരു ഇമോഷണലി കുറച്ച് അങ്ങനത്തെ ഒരു കൾച്ചറാണ് ചെന്നൈയിലുള്ളത്. ആ കൾച്ചറിന് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് സഞ്ജു വളരെ ആരാധകരെ, എന്താ പറയുക, ഒരു ധോണിയുടെ പിന്നിലൊക്കെ അടിയുറച്ച് നിന്നിരുന്ന ഒരു തരത്തിൽ ആരാധകരെ അടിയുറപ്പിച്ച് നിർത്താൻ പറ്റുന്ന അത്രയും നല്ല ലീഡർഷിപ്പ്, ഒരു ക്വാളിറ്റിയും കൂടിയുള്ള ഒരു ഏറ്റവും ചെന്നൈ ടീമിന് അനുയോജ്യനായിട്ടുള്ള ഒരു താരമായിട്ട് സഞ്ജു മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. പുതിയ വാർത്തയല്ല, നമ്മൾ പ്രതീക്ഷയാണ്. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സഞ്ജു സാംസണ് സ്വീകരണം നൽകുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് എത്തുമ്പോൾ. അപ്പോൾ കേരളത്തിന്റെ ഒരു സ്നേഹം സഞ്ജുവിന് ഔദ്യോഗികമായി തന്നെ ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ ആ ഒരു ആവേശം, ഈ ലോകകപ്പിന്റെ ഒരു ആവേശം, അത് ചെന്നൈ സൂപ്പർ കിങ്സ് വലിയ രീതിയിൽ അതിന് സഞ്ജുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. IPL എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.